ഗൈസ് നമ്മൾ വീണ്ടും ബീച്ചിൽ പോകാൻ പോകുവാണ്. വീണ്ടും ബീച്ചിലോട്ട്. ഔട്ട്ഫിറ്റ് വന്ന്. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ വീണ്ടും ബീച്ചിലോട്ട് പോകാൻ പോകുവാണ് കേട്ടോ. ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഇന്നലെ വരാൻ പറ്റാത്തതുകൊണ്ട് ഇവരില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അവരിന്ന് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. തത്ത പച്ച പച്ച, അവളുമാര് പൊന്നു പച്ച, അമ്മായി പച്ച എന്നെല്ലാം ഇവൻ പറയുമ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. ഇന്ന് എല്ലായിടത്തും പച്ചമയമായിരുന്നു. നോക്കുന്നിടത്തൊക്കെ പച്ച, നോക്കുന്നവരൊക്കെ പച്ച. ഷോർട്ട് കട്ടാണ് ഹെൽമെറ്റ് ഇല്ലാത്ത. ഇതിലും മറ്റേ ഷോർട്ട് കട്ട് മറ്റേതാണോ? മറ്റേ പറഞ്ഞുണ്ട് നമ്മൾ ഇന്നലെയും പോയായിരുന്നു ബീച്ച്. വീഡിയോ എടുത്തിങ്ങനെ പോകുമ്പോഴാണ് റോഡ് സൈഡിൽ കൂടെ കേശു അവന്റെ ഒറിജിനൽ ഉമ്മായും കൂടെ റോഡ് സൈഡിൽ കൂടെ പോണത് കണ്ടത്. ഞാനാണെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ആള് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രോസ് അടച്ചിട്ടേക്കും എന്നിട്ട്. അപ്പൊ അവിടെ പോസ്റ്റ് ആകാതിരിക്കാൻ നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് വന്നു ഇതിലേക്കൂടെ. നമ്മളെപ്പോലെ ചിന്തിച്ചു വന്ന കുറെ പേരുണ്ടായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ഈ ബ്ലോക്കിനിടയിൽ കൂടെ വണ്ടി ഓടിക്കലും ടാസ്ക്കാണ്. അതുപോലെ തന്നെ എനിക്ക് ഹെൽമെറ്റ് കൂടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി ഒരു സൈഡിൽ വെച്ചിട്ട് നേരെ നടന്നു കേട്ടാ. ഇപ്പോഴാണ് ആ കാറ്റാടിക്കൊരു ജീവൻ വീണത്. കാരണം അതിന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡുകൾ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഈ ബ്ലോക്കിൽ കൂടെ അവര് ഓട്ടോ പിടിച്ചൊക്കെ വരുമ്പോൾ നേരം ഒരുപാടാകും. അപ്പൊ ആ സമയത്ത് ഞാനും ഇവനും കൂടെ അതിന്റെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. റീൽസിൽ ഞാൻ കണ്ടുവച്ചിട്ടുള്ള ഒരു ഷോപ്പും തപ്പിയാണ് നടന്നു കേട്ടോ. ഫൈനലി നമുക്ക് ആ ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ വേണം അവിടുത്തെ ഡെസേർട്സ് ട്രൈ ചെയ്യാൻ. അവരിവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ കാറ്റാടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പോട്ട് സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഒരുത്തി ഭയങ്കര ബഹളം. കൊമള വേണമെന്ന് പറഞ്ഞിട്ട്. ഈ കൊമളയുടെ കാര്യം എങ്ങനെയും മറപ്പിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടി അവളുമാർ അവളെയും കൊണ്ട് കടലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ സംഗതി ഏറ്റില്ല. ആളിതേ പോയ പോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ചൂട് കപ്പലിലേക്ക് തിന്നിരിക്കുമ്പോൾ ഒരാൾക്ക് ഇവിടെ കൊമള കിട്ടിയ സന്തോഷത്തില് ലോകം മൊത്തം പറപ്പിക്കുന്നുണ്ട്. ആളെണ്ണി നേരെ ഐസ്ക്രീം മേടിക്കാൻ പോകുന്നുണ്ട്. ആ കടയിലോട്ടാണ് കേട്ടോ നമ്മൾ പോണത്. കോൺ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞിട്ടാണ് പോണത്. ചോക്കോബാർ കിട്ടുവാണെങ്കിൽ കുറച്ച് പേർക്ക് ചോക്കോബാറും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ വാനിലയും സ്ട്രോബെറി ഇഷ്ടമില്ലാത്തതുകൊണ്ട് റെഡ് വെൽവെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതേ മേടിക്കത്തോളൂ. എനിക്ക് മാത്രം റെഡ് വെൽവെറ്റ്. കിട്ടിയ വാനിലയും കൊണ്ട് അവൾ അവരുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. എന്നെ അല്ല കേട്ടോ, ആകാശമാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ റെഡ് വെൽവെറ്റ് കയ്യിൽ കിട്ടി. അപ്പൊ ഇനി കുറച്ചു നേരത്തേക്ക് എല്ലാരും ഒന്ന് സൈലന്റ് ആയിരിക്കും കേട്ടോ. അവിടെ നിന്നിട്ടെ ഈ ബോള് കത്തി നിക്കുന്നു ഇങ്ങനെ. ദൂരെ നിൽക്കുമ്പോ 3 പേരുടെ കയ്യിലും ഒരേ വള്ളം ഉണ്ട. സമയം ഏകദേശം 8:30 ആയപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ആ ഷോപ്പിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മെനു നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂട്ടല്ല പ്ലസ് പിസ്താഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവർ ആയിരുന്നു. ഫൈനലി ആ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് വേണം വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം വരെ നടക്കാൻ. അപ്പോൾ വീട്ടിലോട്ട് പോകണുണ്ട്. നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ട് എപ്പിടിയാണെന്ന്. പക്ഷെ ഇതിങ്ങനെ കാണുമ്പം നല്ല മധുരമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഓവർ മധുരമില്ല. ഫ്രണ്ടിൽ കാണുന്ന ചോക്ലേറ്റിന്റെ മധുരം തന്നെ ഉള്ളൂ. ഇതിന്റെ ഏറ്റവും താഴത്തെ ലെയർ വരുന്നത് സ്പഞ്ച് കേക്ക് ആണ് കേട്ടോ. അതിന്റെ മേളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അവർ കുനാഫ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളിലാണ് ഈ ചോക്ലേറ്റും പിസ്താഷ്യോയും വരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീലിൽ വന്നിട്ടില്ലെങ്കിലും സാധനം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ഡേ.